ഹായ് ഓൾ. ആദ്യത്തെ 3 മാസത്തിനാണ് നമ്മൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത്. ഈ 3 മാസം നമ്മൾ വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ടൈമാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ എന്തൊക്കെ ഭക്ഷണം കഴിക്കണം, എന്തൊക്കെ ഒഴിവാക്കണം എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്നൊന്നായിട്ട് നോക്കാം. ഇതിൽ ഒന്നാമതായിട്ട് നമ്മൾ മുടങ്ങാതെ കഴിക്കേണ്ട ഒന്നാണ് ഫോളിക് ആസിഡ്. ഇത് നിർബന്ധമായും ആദ്യത്തെ 3 മാസം നമ്മൾ കഴിച്ചിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബർത്ത് ഡിഫക്ട്സ് ഒന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഇത് മുടങ്ങാതെ കഴിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. രണ്ടാമതായിട്ട് നമ്മൾ ഈ ഒരു ടൈമിൽ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ഒരു ടൈമിൽ നമുക്ക് HP കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ എല്ലാവരും കഴിക്കുക. അതിനായിട്ട് ഇലക്കറികൾ നന്നായിട്ട് കഴിക്കുക. അതുപോലെ മാതളം, ഏത്തക്കായ ഇങ്ങനെയുള്ളതൊക്കെ നമ്മുടെ ഫുഡ്സിൽ നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. മൂന്നാമതായിട്ട് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. എസ്പെഷ്യലി നമ്മൾ രാവിലെയൊക്കെ മോർണിംഗ് ടൈമിൽ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടാണെങ്കിലും നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാവുന്നതാണ്. ഇത് നമുക്ക് നല്ല എനർജി പ്രദാനം ചെയ്യാനായിട്ട് അതുപോലെ ഓവറോൾ ഹെൽത്തിനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ നമ്മൾ ആൽമണ്ട്സ് ഒക്കെ ആണെങ്കിൽ സോക്ക് ചെയ്ത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഈ ഒരു ടൈമിൽ മുഴുധാന്യങ്ങൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. റാഗിയൊക്കെ ഈ ഒരു ടൈമിൽ കഴിക്കുന്നത് ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടാനായിട്ട് നല്ലതാണ്. അതുപോലെ അഞ്ചാമതായി ഈ ഒരു ടൈമിൽ ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കുക. ഇതിൽ വൈറ്റമിൻസ്, ഫൈബർ, മിനറൽസ്, വാട്ടർ കണ്ടൻറ്റൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. ഇതൊരു സമയത്ത് ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് നന്നായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുക. അതുപോലെ തന്നെ നമ്മൾ ആറാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ഭക്ഷണം പലതവണയായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ 4 നേരം അല്ലെങ്കിൽ 3 നേരം ഭക്ഷണം കഴിക്കുന്ന ഒരാളാണെങ്കിൽ അത് 6 നേരമായിട്ട് ഇത് നമ്മുടെ വയറിൻ്റെ അസ്വസ്ഥത ഒഴിവാക്കാനും അതുപോലെ ഛർദി കുറയ്ക്കാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഇനി ഈ ഒരു ടൈമിൽ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ പച്ച പപ്പായ അതുപോലെ പൈനാപ്പിളൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നാണ് ഡോക്ടേഴ്സ് പോലും നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ അൺപാസ്ചറൈസ്ഡ് ആയിട്ടുള്ള മിൽക്ക്, ചീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ഒഴിവാക്കുക. ചിലപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഒരുപാട് വറുത്തത്, ഓയിലി ആയിട്ടുള്ളത്, ഒരുപാട് എരിവുള്ള ഭക്ഷണങ്ങളൊക്കെ ഈ സമയത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ അസിഡിറ്റിക്കുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അടുത്തതായിട്ട് വരുന്നത് കഫെയിനാണ്. അതായത് ചായ, കാപ്പി ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഈ ഒരു ടൈമിൽ കഴിവതും ഒഴിവാക്കുക. ഒരിക്കലും കുടിക്കരുതെന്നല്ല, ഇടയ്ക്കൊക്കെ കുടിക്കുക, അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. പക്ഷേ ഡെയിലി കുടിക്കുന്നത് ഒഴിവാക്കുക. രാവിലെയും വൈകിട്ടും കുടിക്കുന്നത് ഒഴിവാക്കുക. അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ ജങ്ക് ഫുഡുകളും അതുപോലെ പാക്കറ്റ് സ്നാക്സുകളും ഒക്കെ ഈ ഒരു ടൈമിൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി കുറച്ച് ടിപ്സാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യത്തെ 3 മാസം എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ടൈമാണ്. ഈ ഒരു ടൈമിൽ നമ്മൾ ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുക തന്നെ ചെയ്യണം. ഡോക്ടേഴ്സ് ബെഡ് റെസ്റ്റ് പറഞ്ഞിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ബെഡ് റെസ്റ്റ് എടുക്കുക തന്നെ ചെയ്യണം ഈ ഒരു ടൈമിൽ. അല്ലാത്തവരാണെങ്കിൽ പോലും ഈ ഒരു ടൈമിൽ ഒരുപാട് കട്ടിയുള്ള ജോലികൾ ചെയ്യുക, ഭാരം എടുക്കുക, അങ്ങനെ ഹെവി ആയിട്ടുള്ള ജോലികളൊന്നും ഈ ഒരു ടൈമിൽ ചെയ്യാതിരിക്കുക. പിന്നെ ഈ ടൈമിൽ എല്ലാവർക്കും ഉള്ളൊരു ബുദ്ധിമുട്ടാണ് ഓക്കാനം, ഛർദി എന്നീ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിനൊരു ചെറിയ ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ നാരങ്ങ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ ജിഞ്ചർ ടീ, ജീരകവെള്ളം ഇതൊക്കെ കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ വെള്ളവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെള്ളം ഈ ഒരു ടൈമിൽ നന്നായിട്ട് കുടിക്കാനായിട്ട് എല്ലാവരും നമ്മൾ ഡെയിലി 10 മുതൽ 15 ഗ്ലാസ് വരെ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മെൻ്റൽ ഹെൽത്ത്. നമ്മൾ ഹാപ്പി ആയിട്ട് ശാന്തമായിട്ട് ഇരിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കാം, അതുപോലെ മ്യൂസിക് കേൾക്കാം, എന്തെങ്കിലും ആക്ടിവിറ്റീസ്, ആർട്ട് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ചില സിറ്റുവേഷൻസിൽ നമ്മൾ എമർജൻസി ആയിട്ട് ഡോക്ടേഴ്സിനെ കാണേണ്ട ചില സിറ്റുവേഷൻസ് ഉണ്ട്. അതുകൂടെ ഞാനിവിടെ പറയുകയാണ്. ബ്ലീഡിങ് അതുപോലെ സ്പോട്ടിങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ, ഭയങ്കരമായ വേദന, കുത്തിപ്പിടിക്കുന്ന പോലെയുള്ള ക്രാംസ്, അതുപോലെ പനിയും യൂറിനറി ഇൻഫെക്ഷൻ അങ്ങനെയുള്ള എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് ഉണ്ടായാൽ ഉടൻ തന്നെ ഡോക്ടറെ നിങ്ങൾ കാണുക തന്നെ ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ മെയിൻലി ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാത്തവരേക്കും ബൈ ബൈ. എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുക. ഹാവ് എ ഹാപ്പി ജേർണി.